ളേക്കാൾ അധികമാണെങ്കിൽ പോലും എന്റെ കരുണയുടെ അഗാധതയിൽ അതാഴ്ത്തു പോകും. ദൈവത്തിന്റെ കരുണയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. നമ്മുടെ ജീവിതാവസ്ഥ എന്തു തന്നെയായാലും, എത്ര ദുരിതപൂർണമായാലും, പാപത്തിന്റെ വലിയ കുമ്പാരത്തിലാണെങ്കിൽ പോലും ദൈവത്തിന്റെ കരുണയ്ക്ക് നമ്മെ വീണ്ടെടുക്കുവാനായിട്ട് സാധിക്കും. 1448 ഖണ്ഡികയിൽ വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി 1448 ഖണ്ഡികയിൽ ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തി, ഒരാത്മാവിന്റെ അവസ്ഥ ജീർണിച്ച മൃതശരീരം പോലെയാണെങ്കിൽ പോലും. നമുക്കറിയാം, നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരണപ്പെട്ടു കഴിഞ്ഞാല് അവരെ അടക്കം ചെയ്യും, സംസ്കരിക്കും. കാരണം തിരിച്ച് ജീവൻ പ്രാപിക്കുക അസാധ്യമാണ്. ഒരു പ്രതീക്ഷയും ഇല്ലാത്തത് കൊണ്ടാണ്. അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷ ഉണ്ടെങ്കിൽ നമ്മളെ മരണപ്പെട്ടവരെ എല്ലാം എത്ര ദുർഗന്ധമുണ്ടെങ്കിലും എത്ര ദിവസം നമ്മൾ കാത്തിരിക്കണമെങ്കിലും നമ്മൾ കാത്തിരുന്നേനെ. അതുകൊണ്ട് ഒരു ശരീരത്തിന് ജീവൻ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ അത് തിരിച്ചു വരവ് അസാധ്യമാണ്. അത് ജീർണിച്ചുകൊണ്ടിരിക്കും. ഈശോ ഇങ്ങനെ വെളിപ്പെടുത്തുകയാണ്, ഒരാത്മാവിന്റെ അവസ്ഥ ജീർണിച്ച ശവശരീരം പോലെയാണെങ്കിലും മാനുഷികമായി നോക്കിയാല് അതിന് പ്രതീക്ഷയ്ക്ക് ഒരു സാധ്യതയില്ലെങ്കിൽ പോലും ദൈവത്തിന് അങ്ങനെയല്ല. ദൈവത്തിന് ആത്മാവിനെ പൂർണ്ണമായിട്ടും പുനരുദ്ധരിക്കുവാനായിട്ട് സാധിക്കും. അത്രമാത്രം അവിടുന്ന് നമ്മളുടെ മേല് കരുണയുള്ളവനാണ്.